സമരങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ ഈ 4 ദിവസം കൊണ്ട് ഉണ്ടായതാണെങ്കിൽ അത് അങ്ങനെ വകവെച്ച് കൊടുക്കാൻ നിങ്ങൾ തയ്യാറാണോ? താങ്കൾ നേരത്തെ പറഞ്ഞത് ഇത് ജനം ഇടപെടേണ്ടി വരുന്നൊരു സാഹചര്യത്തിലേക്ക് നീങ്ങുന്നു എന്നാണ്. നോക്കൂ, അദ്ദേഹം പറഞ്ഞൊരു പ്രധാനപ്പെട്ട വാചകം കൈരളി ചാനൽ അതിൻ്റെ പ്രൈം ടൈമിൽ ഈ വാർത്ത ഉൾപ്പെടുത്തിയെന്നാണ്. നിങ്ങൾ നോക്കൂ, ഇന്ന് എല്ലാ ചാനലുകളും, മലയാളത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ പ്രമുഖ ചാനലുകളും അതുപോലെ തന്നെ ദേശീയ മാധ്യമങ്ങളും ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാക്കിയിട്ടുള്ളത് കേരളത്തിലെ കോൺഗ്രസിനകത്ത് നടക്കുന്ന അധികാര വടംവലിയും ഗ്രൂപ്പ് തർക്കത്തെയും കുറിച്ചാണ്. അത് ഒരു ഒറ്റപ്പെട്ട സംഭവമായിട്ടല്ല. ഇവിടെ അദ്ദേഹം പല കാര്യങ്ങളും പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ചുമതലയാണ്, ഉത്തരവാദിത്വമാണ് കോൺഗ്രസിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഈ പൊറാട്ട് നാടകങ്ങളെ ന്യായീകരിക്കുക എന്നുള്ളത്. അതിനപ്പുറത്തേക്ക് ഞാൻ ചോദിച്ചൊരു പ്രസക്തമായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ആ ക്വസ്റ്റ്യൻ അദ്ദേഹം മറുപടി പറയാതെ ഒഴിഞ്ഞു മാറിക്കളഞ്ഞു. അതെന്ന് പറയുന്നത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സ്ഥാപിച്ചിരുന്ന ഉമ്മൻചാണ്ടിയുടെ ഫ്ലക്സ് ബോർഡ്, ആ ഉമ്മൻചാണ്ടിയുടെ ഫ്ലക്സ് ബോർഡ് അടക്കം അടിച്ച് തകർക്കാൻ ഈ പ്രകടനവുമായി എത്തിയ, പ്രകടനത്തിൽ എന്തായിരുന്നാലും മറ്റാളുകൾ CPM-ൻ്റെ ആളുകൾ നുഴഞ്ഞു കയറി എന്നുള്ള അപവാദമൊന്നും അദ്ദേഹം കള്ളത്തരമൊന്നും അദ്ദേഹം പറയില്ലല്ലോ. സ്വാഭാവികമായും KPCC-യുടെ നേതാക്കന്മാർ, DCC-യുടെ ഭാരവാഹികൾ ഒക്കെ നേതൃത്വം നൽകിയ ആ പ്രകടനത്തിൽ പങ്കെടുത്ത കോൺഗ്രസിൻ്റെ നേതൃനിരയിലുള്ള ആളുകൾ, എനിക്ക് സത്യത്തിൽ വ്യക്തിപരമായി പോലും അറിയാവുന്ന ആളുകളാണ്. അവർ വന്ന് ഉമ്മൻചാണ്ടിയുടെ അടക്കം, അതിനകത്ത് KC വേണുഗോപാലിൻ്റെ, ഇവിടെ ദേശീയ സംഘടനാ ജനറൽ സെക്രട്ടറിയുടെ ഫോട്ടോയുണ്ട് എന്ന ഒറ്റ കാരണത്താൽ ആ ഉമ്മൻചാണ്ടിയുടെ ബോർഡടക്കം അടിച്ച് തകർക്കാൻ ഒരു മടിയും കാണിച്ചിട്ടില്ല. ഇവർ നടത്തുന്ന താരാരാധനയും ഇവർ നടത്തുന്ന ഈ രൂപത്തിലുള്ള ഈ സെൻറ്റിമെൻറ്റ്സ് വർക്കൗട്ട് ചെയ്യുന്ന ലീഡർഷിപ്പിനോടുള്ള ആരാധനയുമൊക്കെ വെറും പുറംപൂച്ചാണ് എന്നുള്ളത് വളരെ വ്യക്തമായി മനസ്സിലാകുന്ന നിലയിലുള്ള വിരോധാഭാസ നാടകങ്ങളാണ് തലസ്ഥാന നഗരിയിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. അതിന് സാക്ഷ്യം വഹിക്കുന്ന ആളെന്നുള്ള നിലയിലാണ് ഞാനിതിവിടെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ടുള്ളത്. പിന്നെ ഒറ്റപ്പെട്ട ചർച്ചയല്ല ഇവിടെ നടക്കുന്നത്. കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ മുഴുവനും ഇപ്പോൾ പ്രതിപക്ഷ നേതൃനിരയിൽ അദ്ദേഹം പറയുന്നു എന്തൊക്കെയോ കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്ന രൂപത്തിലൊക്കെ അദ്ദേഹം പറയുന്നു. CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ പ്രസ്താവനയൊക്കെ ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. സ്വാഭാവികമായും ഇന്നലെ വരെ അവർ പറഞ്ഞത് CPM നേതാക്കന്മാരെ അല്ലെങ്കിൽ ഏതെങ്കിലും നേതാക്കൾ ഭയപ്പെട്ടാണ് ആ കമ്മിറ്റികൾ പ്രവർത്തിക്കുന്നതെന്നാണ്. അങ്ങനെ തുറന്ന ചർച്ചയും ഈ രൂപത്തിലുള്ള ഡിസ്കഷൻസും ഒക്കെ നടക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ഇന്നലെ വരെ പറഞ്ഞതിൽ നിന്നും വിരുദ്ധമായിട്ടുള്ള അഭിപ്രായ പ്രകടനങ്ങളല്ലേ ഇപ്പോൾ പറയുന്നത്. അതിനകത്ത് തുറന്ന ചർച്ച നടക്കുന്നുണ്ട്, തിരുത്തലിനുള്ള നടപടികൾ നടക്കുന്നുണ്ട്. താഴെ തട്ട് വരെ, ഏറ്റവും ബ്രാഞ്ച് അടിസ്ഥാനത്തിൽ വരെ പോയി സഖാക്കളുടെ അഭിപ്രായം ആരാഞ്ഞ് ഞങ്ങൾക്കുണ്ടായിട്ടുള്ള കുറവുകൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രക്രിയ നടക്കുമ്പോൾ അതിനെ വക്രീകരിച്ച് കാണിക്കുന്ന ചില പ്രവണതകളാണ് കോൺഗ്രസിൻ്റെ ലീഡർഷിപ്പിൻ്റെ ഭാഗത്തു നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ കോൺഗ്രസ്സിനകത്ത് നടക്കുന്നത് എന്താണ്? അതിനെക്കുറിച്ചൊരു വാചകം പറയാൻ താങ്കൾക്ക് ഉത്തരവാദിത്വമുണ്ട്, ബാധ്യതയുണ്ട്. കോൺഗ്രസ്സിനകത്ത് നടക്കുന്നത് തെരുവ് യുദ്ധമാണ്. മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾക്കകത്ത് ഇപ്പോൾ പറഞ്ഞു VS-ൻ്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ കോഴിക്കോട് പറഞ്ഞപ്പോൾ ഒരല്പം വളച്ചാണ് പറഞ്ഞത്. അവിടെ മറ്റൊരു ഘടകകക്ഷിക്ക് സീറ്റ് കൊടുത്തപ്പോൾ പ്രകടനങ്ങളുണ്ടായി. എങ്കിൽ പോലും ആ സീറ്റ് LDF CPM ഏറ്റെടുത്തു, അവിടെ വിജയിച്ചു. അങ്ങനെയൊക്കെ ഉണ്ടായ ചരിത്രമുണ്ട്. അതിനെല്ലാം വക്രീകരിച്ച് പറയുമ്പോൾ അതിനപ്പുറത്തേക്ക് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആരാകണം എന്നതിനെ സംബന്ധിച്ച് 4-ാം നാൾ, റിസൾട്ട് വന്ന 4-ാം നാൾ കേരളത്തിൽ തെരുവ് യുദ്ധം നടക്കുകയാണ്, ആത്മഹത്യാ ശ്രമങ്ങൾ നടക്കുകയാണ്. ഇത് കേരളത്തെ നിങ്ങൾക്ക് മാൻഡേറ്റ് നൽകിയ ജനങ്ങളുടെ ഈ അംഗീകാരത്തിന് നിങ്ങൾ ഏത് ദിശയിലേക്കാണ് കൊണ്ടുപോകുന്നത് എന്നതിൻ്റെ ഏറ്റവും പ്രകടമായ ഉദാഹരണമാണ് ഈ തെരുവിനകത്ത്, ഈ തെരുവോരങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് വ്യക്തമായി മറുപടി പറയാതെ അങ്ങോട്ട് നോക്കൂ, പണ്ട് അവിടെ ഇത് നടന്നിട്ടില്ലേ, അതിനപ്പുറത്ത് മറ്റത് നടന്നിട്ടില്ലേ എന്ന് പറയുന്നതിൻ്റെ യുക്തി എന്താണ് എന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇവിടെ നേതൃത്വത്തിൻ്റെ അറിവോടുകൂടി, ലീഡർഷിപ്പിൻ്റെ അറിവോടുകൂടി കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർ അണികളെ ആത്മഹത്യയ്ക്ക് പറഞ്ഞയക്കുന്ന വളരെ വിരോധാഭാസകരമായിട്ടുള്ള നാടകങ്ങൾ ഈ സംസ്ഥാനത്ത് അരങ്ങേറുകയാണ്. എവിടെയെങ്കിലും ഒരു ശ്രദ്ധ തെറ്റിയാൽ ആളുകൾ കൊല്ലപ്പെടുന്നതിനുള്ള അവസരം പോലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നൊരു സന്ദർഭമാണ്. അതുകൊണ്ട് വളരെ കോൺഗ്രസിനൊരു ഉത്തരവാദിത്വമുണ്ട്, രാഷ്ട്രീയ ഉത്തരവാദിത്വമുണ്ട്. ആ രാഷ്ട്രീയ ഉത്തരവാദിത്വം നിറവേറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങളെടുത്ത് മുന്നോട്ട് പോകുന്നതിന് പകരം മറ്റ് രാഷ്ട്രീയ പാർട്ടികളെ അപമാനിക്കാനും അവരെ മോശപ്പെടുത്താനുമാണ് ഈ അവസരം പോലും വിനിയോഗിക്കുന്നത്. നിങ്ങൾ നോക്കി, എല്ലാ മുഖ്യധാരാ ചാനലുകളും ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം അതാണ്. എല്ലാ മുഖ്യധാരാ ചാനലുകളും, കൈരളി മാത്രമാണോ? നമ്മൾ 3-4 പേര് മാത്രം ഇരുന്ന് ചർച്ച ചെയ്യുന്നതാണ്. എല്ലാ മുഖ്യധാരാ മാധ്യമങ്ങളും ഇന്ന് ചർച്ച ചെയ്യുന്നത് ഈ വിഷയമാണ്. കോൺഗ്രസിനകത്ത് നടക്കുന്ന ആഭ്യന്തര കലഹം, ആ ആഭ്യന്തര കലഹം പൊട്ടി ഒലിച്ച് തെരുവിലേക്ക് എത്തിയിരിക്കുകയാണ്. തെരുവിലേക്ക് എത്തിയിരിക്കുന്നത് മാത്രമല്ല, KPCC-യുടെ സർക്കുലർ അനുസരിച്ചാണ് കൈരളി ഈ ചർച്ചയിൽ
വലിയ പക്വത പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. ഇതിനകത്ത് പ്രകടനങ്ങളെക്കുറിച്ചൊന്നും പറയാൻ പോകുന്നില്ല. ആ കാര്യങ്ങളൊന്നും നമ്മളെടുത്ത് കൂടുതൽ കാണിക്കുന്നില്ല, വലിയ ദോഷം ഉണ്ടാക്കുന്നില്ല. എന്തുമാത്രം പ്രകടനങ്ങളാണ് ഈ പറയുന്ന പോസ്റ്റർ വലിച്ചു കീറുന്നതൊക്കെ വീണ്ടും വീണ്ടും എടുത്ത് കാണിക്കാം ഇവിടെ. അതൊന്നും ചെയ്യുന്നില്ല. അത്രമാത്രം കോൺഗ്രസ്സിന് നിജേഷിന് ആശ്വാസം ഉണ്ടാകുന്ന രീതിയിലാണ് ഈ ചർച്ച മുന്നോട്ട് പോകുന്നത് എന്നുകൂടി നിജേഷ് മനസ്സിലാക്കുക. ഒരു വരി കൂടെ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. തലസ്ഥാന നഗരിയിൽ ഓരോ MLA-മാരുടെയും നേതൃത്വത്തിൽ ആളുകളെ കൂട്ടി, അതിനകത്ത് ഞാനതിൻ്റെ മറ്റ് വിശദാംശങ്ങൾ പറയുന്നില്ല, ആളുകളെ കൂട്ടി വൻപിച്ച നിലയിലുള്ള സന്നാഹങ്ങൾ, യുദ്ധസമാനമായ സന്നാഹങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭം കൂടിയാണ്. ഞാനതിൻ്റെ മറ്റ് കാര്യങ്ങളിലേക്ക് വന്നില്ല. ഒരു പാർട്ടിയുടെ ആഭ്യന്തര പ്രശ്നമാണ്. ആ ആഭ്യന്തര പ്രശ്നം തലസ്ഥാന നഗരിയിൽ ഒരു വലിയ പബ്ലിക് ന്യൂസൻസായി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള യാഥാർത്ഥ്യം കൂടെ നിങ്ങൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. അതുമാത്രവുമല്ല, നേതാക്കന്മാരുടെ ചിത്രം ഇളക്കിയിട്ട് പരസ്യമായി കത്തിക്കുകയാണ്. എന്നിട്ട് അതിനെല്ലാം ഇതൊക്കെ ജനാധിപത്യത്തിൻ്റെ അഭൗമ സൗന്ദര്യം വഴിഞ്ഞൊഴുകുന്ന കോൺഗ്രസ്സിനകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രക്രിയയാണെന്നാണ് ഇവർ വരുത്തി തീർക്കാൻ വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ആരെയാണ് പൊട്ടന്മാരാക്കുന്നത്? നിങ്ങൾക്ക് ഒരു മാൻഡേറ്റ് തന്ന ജനങ്ങളെയാണോ? അതോ ഈ പറയുന്നത് പോലെ കോൺഗ്രസ്സിനകത്ത് നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട കുറച്ച് പ്രവർത്തകരുണ്ടല്ലോ, ആത്മാർത്ഥമായി ഇതിനെല്ലാം ഗ്രൂപ്പിൻ്റെ മറ്റ് ഇതിലൊന്നും പെടാതെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള പ്രവർത്തകരുണ്ടല്ലോ, മക്കളെ പട്ടിണിക്കിട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രകടനം നടത്തുകയും മുദ്രാവാക്യം വിളിക്കുകയും പോസ്റ്റർ ഒട്ടിക്കുകയും ഈ സ്ലിപ്പ് വിതരണം ചെയ്യുകയും ചെയ്ത സാധാരണക്കാരെ ജനങ്ങളെയാണോ നിങ്ങൾ വെല്ലുവിളിക്കുന്നത്? പ്രവർത്തകരെയാണോ വെല്ലുവിളിക്കുന്നത്? ആരെയാണ് വെല്ലുവിളിക്കുന്നതെന്ന് നിജേഷ് അരവിന്ദൂടെ വ്യക്തമാക്കിയാൽ മതി. അപ്പുറത്ത് ഇന്ന നടക്കുന്നു ഇപ്പുറത്ത് ഇന്ന നടക്കുന്നു എന്ന് പറയുന്നതിനേക്കാൾ യുക്തി നിങ്ങൾക്കകത്ത് നടക്കുന്ന പ്രശ്നങ്ങളെ പരിഹരിക്കാനുള്ള ഒരു ശ്രമമാണ് ഉണ്ടാകേണ്ടത്. ചില പരിമിതികളുണ്ട് ശ്രീ സുരേഷ്. അതിനകത്ത് ഏത് ഭാഗത്ത് നിൽക്കും കോൺഗ്രസ്സിന് ഉള്ള ഈ ബുദ്ധിമുട്ടുകൾ നിജേഷിൻ്റെ പ്രതികരണങ്ങൾക്കൊക്കെ ഉണ്ട്.